സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ എപ്പോഴും മഴ പെയ്യുമ്പോഴേക്കും അവിടെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. എന്താണ് ഇന്നിപ്പോൾ രാവിലെ നൽകാവുന്ന മഴ വിവരങ്ങൾ സജോ? സ്മൃതി, ഗുഡ് മോർണിംഗ്. മഴ നല്ല മഴയായിരുന്നു പുലർച്ചെ മുതൽ ഈ സമയം വരെ. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. വെള്ളക്കെട്ട് ഇടപെട്ട്, അതായത് മഴ ഒരു ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് എന്ന് പറയാം. ഞാൻ നിൽക്കുന്നത് എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ പണ്ട് തൊട്ടേ ഇത് തന്നെയാണ് സ്ഥിതി. വെള്ളക്കെട്ട് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇത് ഉയർത്തിയിരുന്നു, അതായത് ഇവിടെ നിന്ന് ഡ്രെയിനേജ് സംവിധാനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനുള്ള പ്രവൃത്തി അവിടെ നടത്തിയിരുന്നു. ഈ ബിൽഡിംഗ് തന്നെ കുറച്ച് ഉയർത്തുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആളുകൾക്ക് ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകണമെങ്കിൽ അല്പം നീന്തി പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വസ്തുത. കാലങ്ങളായി ദുരിതം പിടിച്ച ഒരു ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ആലോചിക്കുന്നത് മെട്രോ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട KSRTC ബസ് സ്റ്റാൻഡാണെന്ന് ഓർക്കണം. പ്രവൃത്തി നടത്തി, പക്ഷേ അവിടെ ഒരു കനാലുണ്ട്. ആ കനാലിലൂടെ ഈ വെള്ളം വാർന്നു പോകണം. വേറെ ഒരു മാർഗ്ഗവുമില്ല. ഇതൊരല്പം താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ആ ഭാഗത്തെ വെള്ളക്കെട്ട് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ആളുകൾ നിൽക്കുന്ന ബസ്സുകളൊക്കെ ഇടുന്ന ആളുകൾക്ക് കയറേണ്ട സ്ഥലത്തെ അവസ്ഥ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇവിടെ കുറേ വർക്ക് നടത്തിയതാണ്. വർക്ക് നടത്തിയില്ല എന്നൊന്നും നമ്മൾ പറയില്ല. മുമ്പ് MLA ഒക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത്, എറണാകുളം MLA ഇനീഷ്യേറ്റീവ് എടുത്തതാണ്. ഇവിടെ ഈ കാണുന്നത് പുതുതായി പണിത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു ചെറിയ കനാൽ ഇങ്ങോട്ട് പണിത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റോഡ്, ഒരു ഡ്രെയിനേജ് സംവിധാനം പണിതാണ്. പക്ഷേ അതൊക്കെ കറക്റ്റാണ്. അതിന് നേരെ എതിർഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പുറത്ത് റെയിൽവേ ആണ്. ആ ട്രാക്കാണ്, പാളമാണ്. അപ്പോൾ അതിന് തൊട്ട് ചേർന്നൊരു കനാലുണ്ട്. ആ കനാൽ പൂർണ്ണമായും വൃത്തിയാക്കി അതുവഴിയുള്ള തടസ്സങ്ങളെല്ലാം നീക്കി അത് അടുത്ത കണക്ഷനുള്ള കനാലിലേക്ക് ആ വെള്ളം വാർന്നു പോകണം. അതാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അവിടെ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം അല്ലേ സജോ? സ്മൃതി, അതിൽ കോർപ്പറേഷനും ജില്ലാ ഭരണകൂടം പറയുന്നത് ആ കനാൽ നന്നാക്കാനുള്ള പ്രവർത്തികൾ നടന്നു, ഇവിടുത്തെ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഫലത്തിൽ അതിൻ്റെ പ്രായോഗിക റിസൾട്ട് എന്താണെന്നല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ആ റിസൾട്ട്, അതിൻ്റെ ഫലം എന്താണ്? ഇപ്പോഴും ഇതുവഴി KSRTC ജീവനക്കാർ ആ ബസ്സിൽ കയറണമെങ്കിൽ ആളുകൾക്ക് ഒരുപക്ഷെ ഇവിടെ നിൽക്കാനുള്ള, അത് ആ കാര്യത്തിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്, ഇവിടെ നിൽക്കാം. പക്ഷേ മറുഭാഗത്തെ വെള്ളക്കെട്ടിൽ കൂടെ കടന്നു പോകണം അവിടെ വരാൻ. കുറച്ച് അപ്പുറത്ത് കൂടെ മാറി വന്നാൽ ഒരുപക്ഷെ ഒഴിവാക്കി വരാം. പക്ഷേ ഈ ആളുകളൊക്കെ, ഈ ജീവനക്കാർ, അങ്ങനെയുള്ള ആളുകൾ ഇതുവഴി പെട്ടെന്ന് ഒരു ബസ് കാണുമ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങണം. അപ്പോൾ പകർച്ചവ്യാധികൾ നമുക്കറിയാം. ഇതുവഴി ഇത്രയുള്ള മോശം മലിനജലത്തിലൂടെ നടക്കുമ്പോൾ ഏതെല്ലാം നിലയ്ക്കുള്ള അസുഖം ആളുകളിലേക്ക് പകരാം എന്നത് വളരെ സ്വാഭാവികമായി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതാണ് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ, വീട്ടിലേക്ക് തന്നെ പോകുന്നവരായിരിക്കില്ലല്ലോ, ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്നവർ, പഠിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും. കാലൊക്കെ നല്ല ഡെറ്റോളിൽ കഴുകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്.